പടിവാതിൽക്കലിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓണത്തിന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സദ്യ. അപ്പോൾ നമ്മുടെ പച്ചക്കറി കർഷകർ, പ്രത്യേകിച്ച് കളമശ്ശേരിയിലെ പച്ചക്കറി കർഷകർ എങ്ങനെയാണ് ഓണത്തിന് തയ്യാറെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ കർഷകരെ കാണാൻ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ആരാന്നല്ലേ? ഞാൻ കടമ്പൻ മൂത്താൻ. ഉറച്ച കാലിലാടിയും ഉരുക്കുപോൽ ഉറച്ചു നിന്നും ഈ കാർഷിക സംസ്കാരം കാത്തു സംരക്ഷിക്കുന്നവൻ കടമ്പൻ മൂത്താൻ. കൃഷിക്കൊപ്പം കളമശ്ശേരി, കർഷകർക്കൊപ്പം ഇക്കൊല്ലം മൂത്താനുമുണ്ട്. അപ്പോൾ എന്താണ് മൂത്താൻ ഇന്നത്തെ പരിപാടി? കഴിഞ്ഞ 3 വർഷമായും മൂത്താൻ കളമശ്ശേരിയുടെ പാടങ്ങളിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ 3-ാം വട്ടവും മൂത്താൻ മാവേലി വരും പോലെ തന്നെയാണ് കളമശ്ശേരിയിൽ വരുന്നത്. ഈ 3-ാം വട്ടം വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ 3 വർഷത്തെയും കളമശ്ശേരിയല്ല, ഹരിതാഭമായ ഒരു വലിയ ഇടത്തേക്ക് ഈ കളമശ്ശേരി മാറിയിരിക്കുന്നു. ഓരോ ഇടങ്ങളും ചുവന്ന ചീര കണ്ടില്ലേ ഇവിടെ കാണുന്നത്? ഇത് ഉളിയന്നൂർ ചീരയാണ്. ആധുനിക കാലത്തിൻ്റെ ചിട്ടവട്ടങ്ങളിൽ നിന്നുകൊണ്ട് ഒരു വീണ്ടെടുപ്പാണ് ഇവിടുത്തെ കർഷകർ നടത്തുന്നത്. നേരത്തെ മുതൽ കാരണവന്മാർ ചെയ്ത പണി അത് ഞാൻ മുന്നോട്ട് കൊണ്ടു മാത്രമേ ഉള്ളൂ. വേറെ അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. അന്നത്തേലും പിന്നെ സാധനത്തിന് ചിലവ് കൂടുതലുണ്ട്. ഇപ്പം മാളുകളിലൊക്കെ ചീര ചിലവാണ്. ചേനയുണ്ട്, വാഴയുണ്ട്, കപ്പയുണ്ട്, എല്ലാം ഉണ്ട്. പൊട്ടുകൊള്ളിലുണ്ട്, പീച്ചിലുണ്ട്, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. പിന്നെ റാഡീഷ്, പാലക്ക്, ഇതെല്ലാ സാധനവും ഉണ്ട് ഇവിടെ. കാർഷിക ഭൂപടത്തിൽ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയതാണ് കളമശ്ശേരി. അതിൽ പ്രത്യേകിച്ചും മാറങ്ങാടൻ ശർക്കര, മാട്ടുപുറം ഏത്തയ്ക്ക, നമ്മുടെ മാഞ്ഞാലി ചേന. പണ്ട് നമ്മുടെയൊക്കെ ഇതിൽ ഓണത്തിന് വന്നിരുന്ന മാഞ്ഞാലി ചേനയായിരുന്നു. അതുപോലെ തന്നെ പാനായിക്കുളം പൊട്ടുള്ളരി, കരുമാലൂർ പൊക്കാളി, അങ്ങനെ ഒട്ടനവധി പ്രാധാന്യം. 4000 കർഷകർ നമ്മുടെ മുന്നിൽ എന്ത് കൃഷിക്കും അവർ തയ്യാറാണ്. കേരളത്തിൽ അന്യം നിന്നു പോയ പല കാർഷിക വിളകളുടെയും തിരിച്ചുവരവ് കൂടിയാണ് ഈ കാർഷികോത്സവം, അല്ലേ മൂത്താനെ? തീർച്ചയായും. അപ്പോൾ ഈ ഓണം തിരിച്ചുവരവിന്റെയും തിരിച്ചറിവിന്റേതും കൂടിയാണ്. ക്യാമറമാൻ ആന്റണി ഗിർഗിരിക്കൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.